ദൈവത്തിന് സ്തോത്രം. പ്രകാരം നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആയിരിക്കുവാൻ ഇടയായതിൽ ദൈവത്തിന് ബോധം അർപ്പിക്കുന്നു, സ്തുതി അർപ്പിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാനും അതുപോലെ ദൈവത്തെ ആരാധിപ്പാനും കർത്താവിൻ്റെ മേശയിൽ പങ്കുകാരാകാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു. എല്ലാത്തിനായിട്ടും ദൈവത്തിന് ഒരുമിച്ച് നിങ്ങളോട് ചേർന്ന് ഞാനും നന്ദി പറയാം. ഇന്ന് ഈ രാവിലെ സമയത്ത് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹോശേയയുടെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കേൾക്കാവുന്ന ശബ്ദം. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഈ ബുക്ക് ഓഫ് ഹോശേയ നന്നായിട്ട് പഠിക്കുവാനും അതിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും അത് ഒരിക്കലും ഷെയർ ചെയ്യുവാനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മളൊരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ചില സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ബുക്ക് ഓഫ് ഹോശേയയുടെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ ഹോശേയ ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചതുമായ ഒരു സമയങ്ങൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം കൂടുതൽ സമയം ശുശ്രൂഷിച്ചത് ഈ ഇസ്രായേൽ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ, നോർത്തേൺ കിങ്ഡവും സൗതേൺ കിങ്ഡവുമായി വിഭജിക്കപ്പെട്ടപ്പോൾ നോർത്തേൺ കിങ്ഡത്തിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലുണ്ടായിരുന്ന രാജാക്കന്മാർ ആണെങ്കിൽ സൗത്തിലാണെങ്കിൽ ഉസിയ, മറ്റേ ജോതാം, അഹാസ്, ഹെസക്കിയ. നോർത്തേൺ കിങ്ഡത്തിൽ ജെറോബിയാം സെക്കൻഡ് ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഏകദേശം 25 വർഷക്കാലം അദ്ദേഹം ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു പദ്യരൂപത്തിലാണ് ഈ ഹോശേയയുടെ പുസ്തകം എഴുതിയിരിക്കുന്നത്, പദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കത് ഒരുപക്ഷെ നമുക്കതിപ്പോൾ അങ്ങ് മനസ്സിലാവത്തില്ല, പക്ഷെ അന്നത് എഴുതിയപ്പോൾ അങ്ങനെ ഒരു പോയറ്റിക്കൽ രീതിയിലാണ് അത് എഴുതിയത്. ഇനി ഇതിൻ്റെ ഈ സെക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ 1 മുതൽ 3 വരെയുള്ള ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു സമ്മറി നമുക്ക് കിട്ടും. നമ്മൾ കൂടുതലൊന്നും വായിച്ചു പോയില്ലെങ്കിൽ തന്നെ 1 മുതൽ 3 വരെ അധ്യായം വായിച്ചാൽ തന്നെ എന്തുവാണ് ഈ പുസ്തകം പറയുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി 4 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഹോശേയ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുന്നു, വരാൻ പോകുന്ന ജഡ്ജ്മെന്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നു. 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ എപ്പോഴൊക്കെ പ്രവാചകന്മാർ ജഡ്ജ്മെന്റ് പറഞ്ഞാൽ അവിടെ ഒരു റെസ്റ്റോറേഷൻ ഉണ്ട്. നമ്മുടെ ദൈവം ജഡ്ജ്മെന്റ് മാത്രം തരുന്ന ഒരാളല്ല, എപ്പോഴും ഒരു പ്രത്യാശയുടെ വാക്കുകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൽ ദൈവത്തിന്റെ സ്നേഹം വളരെ വ്യക്തമായിട്ട് അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഹോശേയ എന്ന വാക്കിന്റെ പേരിന്റെ അർത്ഥം സാൽവേഷൻ, രക്ഷ എന്നാണ്. അപ്പോൾ തന്റെ ശുശ്രൂഷയിൽ കൂടിയൊക്കെ ഇസ്രായേൽ ജനത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ ജഡ്ജ്മെന്റും ദൈവത്തിന്റെ ന്യായവിധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം രക്ഷിക്കുന്നതായിട്ട് നമുക്ക്, ദൈവം വീണ്ടും അവരെ പുനഃസ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പുസ്തകം തുടങ്ങി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഏറ്റവും വളരെ പ്രത്യേകതയുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അല്പം നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ മനസ്സിലാക്കലുകൾക്കും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകനോട് ദൈവം പറയുന്നു, നീ പോയിട്ട് ഒരു അവിഹിത റിലേഷൻസിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് വിവാഹം കഴിക്കണം. അങ്ങനെ ഒരു വാക്ക് ഞാൻ പറയാനായിട്ട് കാര്യം,
രണ്ട് തരത്തിൽ അർത്ഥങ്ങൾ ആളുകൾ പറയാറുണ്ട്. ഗോമർ, നിങ്ങൾക്കിത് അറിയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അറിയാവുന്ന ഇതിൽ കൂടെയാണ് ഞാൻ പറയുന്നത്. ഗോമർ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിവാഹം കഴിക്കാനായിട്ട് പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി ചിലപ്പോൾ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഒരു സന്മാർഗീയ ജീവിതം നയിക്കാത്ത ഒരു സ്ത്രീയെ നീ വിവാഹം കഴിക്കണം. അതിൽ കൂടെ നിനക്കുണ്ടാകുന്ന പുത്രന്മാർ അല്ലെങ്കിൽ മക്കളെ, ഇതിൽ കൂടെയൊക്കെ ദൈവത്തിന് ചില സന്ദേശം തൻ്റെ ജനത്തോട് പറയാനുള്ള കാര്യങ്ങൾ. ഒരിക്കൽ പോലും നമ്മൾ കേൾക്കാത്തതും നമ്മൾ കാണാത്തതുമായ കാര്യങ്ങൾ ഒരു അസന്മാർഗീയ ജീവിതം നയിക്കുന്ന സ്ത്രീയെ നീ വിവാഹം കഴിക്കുക. അതിൽ കൂടെ എനിക്ക് ചില സന്ദേശങ്ങൾ എൻ്റെ ജനത്തോട് എനിക്ക് പറയാനുണ്ടെന്ന്. അങ്ങനെ ഈ ഹോശയ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്തു? നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എൻ്റെ 2-ാമത്തെ വാക്യത്തില്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നല്ലോ എന്ന് പറയും. ഒരു അഡൾട്ടറസ് വുമണെ കല്യാണം കഴിക്കാൻ പറയുന്നു. അങ്ങനെ ഇവരുടെ വിവാഹ ജീവിതത്തില് കൂടെ അവർക്ക് 3 മക്കളുണ്ടാവുന്നു. അതിനെല്ലാം വളരെ പ്രതീകാത്മകമായ ചില അർത്ഥങ്ങൾ ഉണ്ട്. ഒന്നാമത്, അവർക്കുണ്ടായ മകൻ അവർ പേരിട്ടത് എന്തുവാ? ജസ്രീൽ എന്ന് പേരിട്ടിരിക്കുന്നു. അതിന്റെ 4-ാമത്തെ വാക്യത്തില് നമ്മൾ കാണും. അവിടെ ഇങ്ങനെയാണ്, ദൈവം വിതയ്ക്കും. ദൈവം വിതയ്ക്കുമെന്നതിന്റെ അർത്ഥം ഗോഡ് സോസ്. ജസ്രീൽ എന്ന് പറയുന്ന ഒരു വാലിയില് നേരത്തെ യഹു എന്ന് പറയുന്ന രാജാവ് ഒത്തിരി രക്തച്ചൊരിച്ചിൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു അനന്തര ഫലമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശിക്ഷ എന്ന നിലയിൽ ദൈവത്തിന്റെ ചില ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം ഇസ്രായേൽ ജനത്തെ ഓർപ്പിച്ചുകൊണ്ട് അവർക്കുണ്ടായ മകന് ജസ്രീൽ എന്ന് പേരിട്ടു. ജസ്രീൽ എന്ന് പറഞ്ഞ പല സ്ഥലത്ത് ഈ ഹോശേയുടെ പുസ്തകത്തിൽ ജസ്രീൽ എന്ന് ഉപയോഗിക്കുന്നിടത്തല്ല, ഇസ്രായേലിന് മാത്രമേ അർത്ഥമുള്ളൂ, മറ്റർത്ഥങ്ങളൊന്നുമില്ല. പിന്നെ അവർക്കുണ്ടാകുന്ന ഒരു മകളെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട് അവൾക്ക് ലോരുഹമ്മ, കരുണ ലഭിക്കാത്തവളെന്ന് പേരിട്ടു. അപ്പോൾ ദൈവത്തിന്റെ കരുണ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള, ദൈവത്തിന്റെ കരുണ അനുഭവിച്ച് മിസ്രയീം ദേശത്തു നിന്ന് പുറത്തു വന്ന, അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന ജനത്തോട് ഇപ്പോൾ ദൈവം പറയുന്നു, ഇനി നിങ്ങള് കരുണ ലഭിക്കാത്ത ഒരു ജനമായിരിക്കും. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവർക്ക് വീണ്ടും ഒരു മകൻ ഉണ്ടാവുന്നു. അതിന് ലോരുഹമ എന്ന് പേരിട്ടു. അവർ ലോരുഹമയെ അവൾക്ക് ലോ അമ്മി എന്ന്, എന്റെ ജനമല്ല എന്ന പേര് വിളിക്ക എന്ന് പറയുന്നു. അപ്പോൾ ആരൊക്കെയാണ്? ജസ്രീൽ എന്ന ഒരു മകനുണ്ടാവുന്നു, കരുണ ലഭിക്കാത്ത ലോരുഹമ്മ, വീണ്ടും ഒരു മകന് ലോ അമ്മി, നോട്ട് മൈ പീപ്പിൾ, എൻ്റെ ജനമല്ല എന്ന്. ഇതിൽ കൂടി എല്ലാം ദൈവത്തിന് തൻ്റെ ജനങ്ങളോട് ചില സന്ദേശം പറയുവാനായിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ നോർത്തേൺ കിങ്ഡത്തിലും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായി. അവരെല്ലാവരും ദൈവ വഴികൾ വിട്ട്, ദൈവവചനം വിട്ട് 10,000 വാക്കുകളിൽ ന്യായപ്രമാണം എഴുതി വെച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അനുസരിക്കാത്തവരാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ 10,000 വാക്കുകൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും, എന്നാൽ നിങ്ങളത് പ്രമാണിക്കുന്നില്ല. അങ്ങനെ അവര് വിഗ്രഹ ആരാധികളായി മാറുന്നു, അല്ലെങ്കിൽ ദൈവം നിഷ്കർഷിച്ച രീതിയിലുള്ള ദൈവിക ആരാധനയിൽ നിന്ന് അവർ മാറിപ്പോയപ്പോഴത്തേക്ക് ഈ പ്രവാചകന്റെ ജീവിതത്തിൽ കൂടെ തന്നെ ദൈവം ഒരു മെസ്സേജ് തന്റെ ജനത്തോട് കൊടുക്കും. ഇനി നമ്മളൊന്ന് വേറൊരു അർത്ഥത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും? അതൊക്കെ നമ്മൾ നിൽക്കട്ടെ, ദൈവത്തിന് സന്ദേശം കൊടുക്കാനുള്ള കാര്യങ്ങൾ നിൽക്കട്ടെ. ദൈവത്തെ സേവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ദൈവത്തിന്റെ ഭൃത്യൻ, ഒരു അഡൾട്ടറസ് വുമണെ അല്ലെങ്കിൽ ഒരു വിചാര ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിൽ അവർക്ക് മക്കളും ഉണ്ടാകുന്നു. എന്നാൽ
എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഈ പ്രവാചകൻ ഹാൻഡിൽ ചെയ്ത് എങ്ങനെയായിരിക്കും? കാര്യം ശരിയാണ്, ദൈവത്തിൻ്റെ സന്ദേശം കൊടുക്കുവാനായിട്ടാണ്. എങ്കിലും അന്നും അദ്ദേഹം കടന്നുപോയ ഒരു മാനസികമായ പ്രയാസങ്ങളും കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളും ഒക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കാം. ഇനി നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ 3 അധ്യായം വായിച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് ലഭിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ചെറിയൊരു ജഡ്ജ്മെന്റിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും പറയുന്നത്. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിഞ്ഞുകൂടാ ഈ ഗോമർ തന്നെയാണോ എന്ന് അറിയത്തില്ല. എങ്കിലും വീണ്ടും ചിലപ്പോൾ ഗോമർ തന്നെ ആയിരിക്കാം. കർത്താവ് പറയുന്നു, നീ എന്ത് ചെയ്യണം? വീണ്ടും നിന്നെ അവിശ്വസ്തത കാണിച്ച പല പ്രാവശ്യം എന്ത് ചെയ്തു മാറിപ്പോയ ഈ സ്ത്രീയെ തന്നെ നീ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്നേഹിച്ചിട്ട് നീ അവളെ എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. ഞാനിത് പഠിച്ച സമയത്തൊക്കെ ഞാൻ യൂട്യൂബിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ മൂവീസ് ഉണ്ട് ഈ ഗോമറും ഹോശേയും അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള. ഞാൻ അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഞാൻ കണ്ടത്, ഗോമർ ഇന്ന് ഈ ഇവരുടെ വിവാഹ ജീവിതത്തിൽ വീണ്ടും എന്ത് ചെയ്തു? ഇവരുടെ വഴികളിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ പരസംഗത്തിൽ കൂടെ തന്നെ ഈ സ്ത്രീ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഹോശേയ വീണ്ടും സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഒരു വലിയ ധനികന്റെ ഇത് ഒരു മനുഷ്യന്റെ ഇമാജിനേഷൻ ഉള്ള ബൈബിളിലുള്ളതല്ല, ധനികന്റെ ഭാര്യയായി തീർന്ന് അവിടെ ഒത്തിരി എന്ത് ചെയ്തു? ഒത്തിരി മോശമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. അവസാനം അവളെ അടിമയായിട്ട്, അന്നറിയാമല്ലോ അടിമ കച്ചവടം ഉണ്ടല്ലോ, തെരുവില് ഇവിടെ വിൽക്കുവാനായിട്ട് വെച്ചിരിക്കുക, ആർക്കും വന്ന് മേടിക്കാം. അപ്പോൾ ഈ ഹോശേയ ചെന്നിട്ട് ഈ ഗോമറിനെ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ചു മേടിച്ച് വീണ്ടും തൻ്റെ ഭാര്യയാക്കും നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഇവിടെ 3-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അതിന്റെ 2-ാമത്തെ വാക്യത്തില്, അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും മേടിച്ചു. സോ ഐ ബോട്ട് ഹെയർ ഫോർ 15 shekels of silver and a homer and a latake of barley. അപ്പം ദൈവം വീണ്ടും നമ്മളെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു എന്ന് വീണ്ടും കാണിക്കുക. നിങ്ങൾ വഴികളൊക്കെ വിട്ടു പോയെങ്കിലും വീണ്ടും എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പുറകെ വന്നിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും എൻ്റെ ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ ദൈവം തൻ്റെ ജനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവത്തിൻ്റെ ജനം ദൈവ വഴി വിട്ടു പോകുമ്പോഴത്തേക്ക് ദൈവം എങ്ങനെ ഇടപെടുന്നുവെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് ഹോശേയയുടെ പുസ്തകം. 4 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 4 കാര്യങ്ങൾ. 1, God's love is unconditional. God's love is unconditional. ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്ത ഒരു സ്നേഹമാണ്. വ്യവസ്ഥകൾ വെച്ചല്ല ദൈവം സ്നേഹിക്കുന്നത്. ദൈവം നമ്മളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. നമ്മൾ ഈ പുസ്തകത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഗോമറിന്റെയും ഹോശേയയുടെയും കുടുംബജീവിതത്തിൽ കൂടെ ദൈവം കാണിച്ചു തരുക, നിങ്ങൾ വഴി തെറ്റി പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ പുറകെ എന്ത് ചെയ്യുന്നു? ഞാൻ വന്നിട്ട് നിങ്ങളെ വാസ്തവമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു. വ്യവസ്ഥ കൂടാതെ ഇവിടെ ഇനിയും ഹോശേയ വീണ്ടും ഗോമറിനെ തിരിച്ചു വിളിച്ചപ്പോൾ യാതൊരു ഉറപ്പുമില്ല ഗോമർ വീണ്ടും തെറ്റിപ്പോകത്തില്ല എന്നുള്ള നിശ്ചയമൊന്നുമില്ല. എങ്കിലും എന്ത് ചെയ്യുന്നു? വീണ്ടും റെസ്റ്റോർ ചെയ്യുന്നു, വീണ്ടും തിരിച്ചു വിളിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മളോടുള്ളത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം, യാതൊരു വ്യവസ്ഥയും വെക്കാതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഇത് നമ്മൾ ഈ ബൈബിളിന്റെ അനേക ഭാഗങ്ങളിൽ അനേക എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. യേശു ക്രിസ്തുവിനെ
വിസ്തരിക്കുവാനായിട്ട് പോകുന്ന സമയത്താണല്ലോ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കോഴി കൂവുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് യേശു ക്രിസ്തു പത്രോസിനെ ഒന്ന് നോക്കുന്നു. അത് ലൂക്കോസാണ് വളരെ നല്ല നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റൊരു നോട്ടം, ആ ഒരൊറ്റ നോട്ടത്തിൽ കൂടെ പത്രോസിന് അനുതാപം ഉണ്ടാവുന്നു, പത്രോസ് അനുതപിക്കുന്നതായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു, കാണുന്നു. വീണ്ടും ഉയർത്തെഴുന്നേറ്റ ശേഷവും വലയും വള്ളമൊക്കെ എടുത്ത് വീണ്ടും പോയവരെ തേടി ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ തയ്യാറാക്കി യേശു ക്രിസ്തു ടിബിരിയസിന്റെ കടൽക്കരയിൽ നിൽക്കുന്നു. എന്നിട്ട് തന്നെ തള്ളിപ്പറഞ്ഞ ശിഷ്യനോട് ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നു. വീണ്ടും പുറകെ ചെല്ലുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു. ദൈവം അങ്ങനെയാണ്, നമ്മുടെ പുറകെ നടക്കുക. നമ്മുടെ വ്യവസ്ഥകൾ കൂടാതെ നമ്മുടെ പുറകെ എന്ത് ചെയ്യുക? നടക്കുക. നമ്മൾ ദൈവത്തിന്റെ മറ്റ് സ്വഭാവ ഭാഗങ്ങളിലേക്കൂടെ നമ്മൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വ്യവസ്ഥ കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം. എല്ലാം നഷ്ടപ്പെടുത്തി, തന്റെ പണം മുഴുവനും നഷ്ടപ്പെടുത്തി പലവിധമായ ദൂർത്തിന് ചെലവഴിച്ച ഒരു മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് യേശു ക്രിസ്തു തന്റെ ഉപമയിൽ കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എല്ലാ ദിവസവും പിതാവ് ഇങ്ങനെ കാത്തിരിക്കും, എൻ്റെ മകൻ എപ്പോഴും വരുമോ. അതാണ് ദൈവത്തിന്റെ സ്നേഹം. വ്യവസ്ഥ കൂടാതെ നമ്മളെ കണ്ടീഷൻസ് വെക്കാതെ നമ്മുടെ മടങ്ങി വരവിനെ കാത്തിരിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 1 യോഹന്നാൻ 4:9 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം തന്റെ ഏകജാതനെ പുത്രനെ നമ്മൾ ജീവിക്കേണ്ടത് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചത് തന്നെ. അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. ഈ ഗോമറിനെ അടിമ ചന്തയിൽ നിന്ന് വീണ്ടെടുത്തതുപോലെ തന്നെ നമ്മളെയും എന്ത് ചെയ്യുക? കർത്താവ് വീണ്ടെടുത്തിരിക്കുക. ആ സ്നേഹം ഇപ്പോഴും എന്ത് ചെയ്യും? അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. അത് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ വീണ്ടും എന്ത് ചെയ്യും? ആ സ്നേഹം തന്നെ നമ്മളെ വീണ്ടും കാണിച്ചുകൊണ്ടേ ഇരിക്കുക. കർത്താവിന്റെ സ്നേഹം നമ്മുടെ പുറകെ എപ്പോഴും ഉണ്ട്, നമ്മുടെ കൂടെ എപ്പോഴും കർത്താവിന്റെ സ്നേഹമുണ്ട്. നമ്മളെ അവൻ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. നാം പാപികൾ എന്ന് നമ്മൾ രാവിലെ പറഞ്ഞു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവത്തിന്റെ സ്നേഹം നമ്മോടുള്ളത് പ്രത്യക്ഷമായി. 1 യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കും. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകും. കർത്താവിന്റെ സ്നേഹം, ഈ അൺകണ്ടീഷണൽ ലവ് നമ്മൾ കാണുന്നത് ക്രൂശിലാണ്, വേറൊരിടത്തുമല്ല. ക്രൂശിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഈ വ്യവസ്ഥ കൂടാത്ത സ്നേഹത്തെ നമ്മൾ കാണുന്നത്. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അനേക ആൾക്കാരിൽ ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദൈവം ആഗ്രഹിക്കാത്ത, ചിലപ്പോൾ നമ്മൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചിലപ്പോൾ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മുമ്പോട്ട് വരാത്തപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ഡിസ്കറേജ്ഡ് ആയിട്ട് ആളുകൾ പലപ്പോഴും ഒത്തിരി ഇനി ദൈവം എന്നെ സ്നേഹിക്കുമോ, അതോ ദൈവം എന്നെ ഇനി ഉൾക്കൊള്ളുമോ, എന്നെ സ്വീകരിക്കുമോ എന്നുള്ള ഒത്തിരി പ്രശ്നത്തിലൊക്കെ, പ്രത്യേകിച്ച് ആദ്യകാല സമയങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്ന യങ് ലൈഫിൽ, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ അനേകർക്ക് ഒത്തിരി സംശയങ്ങൾ തോന്നും. ചിലപ്പോൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ തോന്നും. ഒരു കാര്യം മറന്നു പോകാതിരിക്കുക, ദൈവത്തിന്റെ സ്നേഹം അല്പം പോലും കുറയുന്നിട്ടില്ല. ഓക്കെ, ജഡ്ജ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരല്പം പോലും കുറവ് വന്നിട്ടില്ല. അത് നമ്മൾ എപ്പോഴും വിളിക്കുക, വാ കം ബാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ പുറകെ വരുന്നതുമാണ് ദൈവത്തിന്റെ സ്നേഹം. രണ്ടാമത്തെ കാര്യം ഈ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാൻ വി ലവ് അതേഴ്സ് അൺകണ്ടീഷണലി? നമുക്ക് മറ്റുള്ളവരെ അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പറ്റുമോ? ഒത്തിരി ഗോമർമാര് നമ്മുടെ അടുത്തേക്ക് ഉണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. ഞാൻ പറയുന്നത് മറ്റു തരത്തിലുള്ള സ്വഭാവത്തെക്കുറിച്ചൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെയും നമ്മൾ ആഗ്രഹിക്കാത്തത് പോലെയും മാറി വരാത്തവരോ ചേഞ്ച് ആകാത്തവരായ ഒത്തിരി ആൾക്കാർ ചിലപ്പോൾ
നമ്മുടെ ഭവനത്തിൽ കാണും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കാണും, നമ്മുടെ ജോലി സ്ഥലത്ത് കാണും, നമ്മൾ പഠിക്കുന്നിടത്ത് കാണും. വീണ്ടും വീണ്ടും നമുക്കവരെ സ്നേഹിക്കുവാനും വീണ്ടും അവരുടെ പുറകെ പോകാനും നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടാണ്, ദൈവം നമ്മളെ അങ്ങനെ സ്നേഹിച്ച് നമ്മുടെ പുറകെ വന്നതുകൊണ്ട് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരാകും, നമ്മൾ വ്യവസ്ഥകളൊക്കെ വെക്കും. ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഇനി നീ ഇത് പോയി കഴിഞ്ഞാൽ നിന്നോടുള്ള ഒരു പരിപാടി ഇനിയില്ല, ഇനി ഇന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നമുക്ക് മറ്റുള്ളവരെ ഹോശേയ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചു തന്നതുപോലെ വ്യവസ്ഥ കൂടാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. സ്നേഹത്തിന് മാത്രം വ്യക്തികളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മുടെ എത്ര അറിവുകൾക്കോ നമ്മുടെ എത്ര കാര്യങ്ങൾക്കൊന്നും വ്യക്തികളെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും സമയത്ത് നമുക്കറിയത്തില്ല, ചരിത്രത്തിൽ ഈ ഗോമർ ഈ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ അവസ്ഥയിലേക്ക് വന്നു നമുക്കറിയത്തില്ല, ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം അനേക വ്യക്തികളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന്, ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് ഹൃദയത്തിൽ എഴുതി വെക്കുക. അത് മാറിപ്പോയിട്ടില്ല. നമ്മൾ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ള അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവം. രണ്ട്, ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിക്കണം. കഴിവില്ല, നമുക്കൊന്നും പറ്റത്തില്ല, അത് മനുഷ്യരാണ്. എന്നാൽ കർത്താവേ, അൺകണ്ടീഷണലി പ്ലീസ് ഹെൽപ്പ് us to love others. രണ്ടാമത്തെ കാര്യം, ഗോഡ്സ് ജസ്റ്റിസ് ആൻഡ് മേഴ്സി. ഈ ജസ്റ്റിസും മേഴ്സിയും കൂടി ഇതുപോലെ നിൽക്കുന്നത് നമ്മൾ മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ഇങ്ങനെ കൃത്യമായിട്ട് ആ ജഡ്ജ്മെന്റിന്റെ കാര്യം, ഓഫ് കോഴ്സ് എല്ലാ പ്രവാചകന്മാരും പ്രത്യാശയെക്കുറിച്ച് പറയാത്തൊരു പ്രവാചകനുമില്ല, അവർക്കെല്ലാം റെസ്റ്റോറേഷൻ ഉണ്ട്. എങ്കിലും ഈ പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ വളരെ ക്ലിയറാണ്. മാത്രമല്ല അത് അല്പം മനസ്സിലാക്കിയെടുക്കാനും എനിക്കൊരു അല്പം ഇതുപോലെ തോന്നി. കാരണം ഒരു വശത്ത് ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, മറുവശത്ത് അതേ ദൈവം തന്നെ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തുവാണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ എൻ്റെ വഴി വിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, 4-ാം അധ്യായം തൊട്ട് നിങ്ങൾ 11-ാം വരെ വായിക്കുവാണെങ്കിൽ പല ഭാഗങ്ങളിൽ എന്തുകൊണ്ട് എന്നൊക്കെ പണിഷ്മെന്റ്സുകൾ അവർക്ക് ഉണ്ടാകും, അവർക്ക് എന്തൊക്കെ ശിക്ഷകൾ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് വായിക്കാം. 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഒന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. 8-ാം അധ്യായം 13-14. അവർ എന്റെ അർപ്പണയാഗങ്ങളെ അറുത്തു, മാംസം തിന്നു, എന്നാൽ യഹോവ അവയിൽ പ്രസാദിക്കുന്നില്ല. ഇപ്പോൾ അവൻ അവരുടെ അകൃത്യം ഓർത്ത് അവരുടെ പാപം സന്ദർശിക്കും. അവർ മിസ്രൈമിലേക്ക് മടങ്ങി പോകേണ്ടി വരും. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. യഹൂദ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അവന്റെ പട്ടണങ്ങളിൽ തീ അയക്കും, അത് അവയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇതുപോലെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. അതിന്റെ 10-ാം അധ്യായം 10, 11, 13, 14 വാക്യങ്ങള് പല ഭാഗങ്ങളില് കൃത്യമായിട്ടും ദൈവം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ അശൂരിലേക്ക് അടിമകളായിട്ട് ഈ ജനം പോയി. പിന്നെയാണ് അവർക്കുണ്ടാകുന്ന ഒരു റെസ്റ്റോറേഷനൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ, ഇങ്ങനെ ജഡ്ജ്മെന്റ് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയം ഇവരെ വീണ്ടും ചേർക്കണം എന്നുള്ള ആഗ്രഹമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 11-ാം അധ്യായം 8-9 ഒന്ന് വാക്യം ഒന്ന് വായിക്കാം. 11-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഓക്കെ, അതായത് ഒരു വശത്ത് ജഡ്ജ്മെന്റ് പ്രഖ്യാപിച്ച അതേ ദൈവം തന്നെ പറയുവാണ്, എഫ്രൈമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും. എഫ്രൈം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് അർത്ഥമുള്ളൂ. യെസ്, വായിച്ചോ. ഇസ്രായേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ആത്മയെ പോലെയാക്കും. ഞാൻ നിന്നെ എങ്ങനെ സബോയിമിനെ പോലെ ആക്കി തീർക്കും. എന്ന് പറഞ്ഞാൽ ന്യായവിധി സംഭവിച്ച പല കാര്യങ്ങളെ കുറിച്ച് ഓർപ്പിക്കുന്നത്. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ
മറിഞ്ഞുകൊള്ളുന്നു, എൻ്റെ അയ്യോഭാവമൊക്കെയും ചൊല്ലിക്കുന്നു. ന്യായവിധി കൊടുക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനോ അല്പം പോലും കുറവില്ല. നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ പ്രിയ ജനങ്ങൾക്ക് അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് ശിക്ഷ നൽകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കണം. എബ്രായ ലേഖനം 12:5, 5, 6 ഒന്ന് 5, 6, 7 ഒന്ന് വായിക്കണം. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ ദുശീലമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിന്റെ ജസ്റ്റിസിന്റെ ഭാഗമായിട്ടുള്ളതാണ് പലപ്പോഴും ന്യായവിധിയും കാര്യങ്ങളും എല്ലാം. ഒരു നീതിമാനായ ജഡ്ജിന് നീതിമായിട്ട് മാത്രമേ വിധിക്കുവാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? നമ്മുടെ ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ചുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ എന്തൊക്കെ നിയമങ്ങളുണ്ട്, അതിനനുസരിച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഒരു നീതിമാനായ ഒരു ജഡ്ജി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് അല്പം പോലും സ്നേഹത്തിന് കുറവുണ്ടായിട്ടല്ല, ദൈവം ആഗ്രഹിക്കുക, നിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് എന്ത് ചെയ്യണം, നിന്നിങ്ങനെ വിട്ടുകൊടുക്കുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല, നിന്നെ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കളയാൻ എനിക്ക് ആഗ്രഹമില്ല, ഹൃദയം ശരിക്കും ഭാരപ്പെടുന്നുണ്ട്. എങ്കിലും ദൈവത്തിന്റെ നീതിയിൽ എന്ത് ചെയ്യുന്നു, അവർക്കുണ്ടാവുന്ന ശിക്ഷകളെ, ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഒരു വശത്ത് ജസ്റ്റിസ്, മറുവശത്ത് മേഴ്സി, ഇത് രണ്ടും ചേർന്നിരുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം നമ്മളെയും ചിലപ്പോൾ ചെറിയ ചെറിയ അടികളൊക്കെ തന്ന് ചിലപ്പോൾ ദൈവം നമ്മളെ നടത്താറുണ്ട്. കാണുന്നതെല്ലാം ദൈവം തന്ന ശിക്ഷയാണെന്നൊന്നും പറയില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അത് തെറ്റായ ചിന്തയാണ്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെയൊക്കെ ദൈവം എന്ത് ചെയ്യും, ചിലപ്പോൾ ചില പരുവത്തിൽ കൂടെയൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ കൊണ്ടുപോകാറുണ്ട്. ദൈവം സ്നേഹവാനായതുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് അവിടെ കുറവ് വന്നിട്ടില്ല. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മളെ മാറുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജസ്റ്റിസും മേഴ്സിയും ഒരുമിച്ച് അത് അല്ലെങ്കിൽ ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. രണ്ട് കാര്യം കൂടെ പെട്ടെന്ന് പറയാം. മൂന്നാമതായിട്ട്, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഗോഡ് ഡിസൈർസ് എ ഹോൾ ഹാർട്ടഡ് റിലേഷൻഷിപ്പ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് അവിടെയല്ല നോളജ് എന്നുള്ള പദങ്ങൾ ഒത്തിരി ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ പരിചിതമായൊരു വാക്യമാണ്. 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു, പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ ഞാൻ നിന്നെയും ത്യജിക്കും. മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയ്ഡ് ഫോർ ലാക്ക് ഓഫ് നോളജ്. ഈ നോളജ്, നോ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഒത്തിരി പല ഭാഗത്ത് കാണുന്നുണ്ട്. ഈ വാക്കിന്റെ ഈ എബ്രായ പദം യാദ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കേവലം ഒരു ബുദ്ധിപരമായ അറിവെന്നുള്ളതല്ല, ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഒരു നോളജ്, വളരെ ആഴത്തിൽ പേഴ്സണലായിട്ട് ദൈവത്തെ അറിയുന്ന ഒരു അറിവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പല ഭാഗങ്ങളില് ഞാൻ സമയത്തിന്റെ ചുരുക്കം കാരണം ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. അതിന്റെ 6:6 നമ്മളിങ്ങനെ വായിക്കുന്നു: യാഗത്തിലല്ല ദൈവം ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ഇനി അതിന്റെ 6:3 ഇങ്ങനെ വായിക്കുന്നു: നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: let us press on to know the Lord. press on to know the Lord. ഈ ഭാര്യ-ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ബൈബിളിൽ പരിഗ്രഹിച്ചു എന്ന മലയാള പദവും ഹി ന്യൂ ഹെയർ അങ്ങനെ നമ്മൾ പറയും. ഇതെല്ലാം ഒരു ഇന്റിമസിയെ കാണിക്കുന്ന വാക്കുകളാണ്. അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്നെ നിങ്ങൾ പരിജ്ഞാനത്തിൽ അറിയണമെന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ദൈവത്തെക്കുറിച്ച് ഭയങ്കരമായ അറിവുകൾ കേവലം ഉണ്ടാവണമെന്നല്ല, അതുപോലെ തന്നെ അറിവുള്ളപ്പോൾ അത് ആ അറിവ് എന്ത് ആയിരിക്കണം? ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. വളരെ പേഴ്സണൽ എന്ത് ചെയ്യണം? നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 4-ാമത്തെ കാര്യം,
ഗോഡ്സ് ഡിസിപ്ലിൻ ഈസ് ഫോർ റിപ്പൻഡൻസ് ആൻഡ് റെസ്റ്റോറേഷൻ. ദൈവം എന്ത് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ മേഴ്സിയും ജസ്റ്റിസും ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റിസിനകത്തുള്ളത് ഈ മേഴ്സി അല്ല. എന്തിനാണ് ഡിസിപ്ലിൻ ചെയ്യുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ റിപ്പൻഡൻസ്. സഭയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന റിപ്പൻഡൻസ്. നമ്മൾ ചിലപ്പോൾ ഓർക്കുമായിരുന്നു, റിപ്പൻഡൻസ് ഔട്ട്സൈഡേഴ്സിന് വേണ്ടി ഒരു കാര്യമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കൂടുതൽ ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. 14-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. 14-ാം അധ്യായം 1-2. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തം അല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ചു ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതിരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ഓക്കെ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നമുക്ക് എപ്പം വേണമെങ്കിലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലാം, മാനസാന്തരപ്പെടാനായിട്ട് അവൻ്റെ അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കും. നമ്മൾ അനുതാപ വാക്യങ്ങളോടുകൂടെ എന്ത് ചെയ്യണം? അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലണം. ദൈവം നമ്മളെ ഓർപ്പിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലണം. കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ പറയണം, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ കാണാതെ പഠിച്ച ചില വാക്യങ്ങളാണ്. ഒന്ന്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. പല ആളുകൾക്കും ഈ ഗിൽട്ട് പലപ്പോഴും പലതരത്തിലുണ്ട്. ചിലവർക്ക് നമുക്ക് വേണ്ടിയത് ഹെൽത്തി ആയിട്ടുള്ള ഗിൽട്ടാണ്. ചിലവർക്ക് ഇതെല്ലാം ഏറ്റു പറഞ്ഞാലും എന്തില്ല, അവർക്ക് പിന്നെയും ദൈവം ക്ഷമിച്ചോ എന്നുള്ള സംശയം കിടക്കുക. അപ്പോൾ ഹെൽത്തിയായ ഗിൽട്ട് നമുക്ക് വളരെ ആവശ്യം ക്രിസ്ത്യ ജീവിതത്തിൽ. എന്തുവാ? നമ്മൾ ചെല്ലുന്നു അനുതാപത്തോടുകൂടെ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ വന്ന് തെറ്റുകൾ ഇതാകട്ടെ, ക്ഷമിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ നമ്മുടെ പാവങ്ങൾ എന്ത് ചെയ്തു? ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യുക? ഈ ഗിൽറ്റും എന്ത് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ചില വചനങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് നമുക്ക് മാനസികമായിട്ടും ആരോഗ്യം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് എന്തിനാണ്? റിപ്പൻറ്റൻസിന് വേണ്ടിയാണ്. റിപ്പൻറ്റൻസ് മാത്രമല്ല, ദൈവം നമ്മളെ റെസ്റ്റോർ ചെയ്യുന്ന ദൈവം. അതിന്റെ 5 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 5-7 വരെ. ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ആയിരിക്കും, അവൻ താമര പോലെ പൂത്തു, ലെബനോൻ വനം പോലെ വേരുന്നു. അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവൃക്ഷത്തിന് ഭംഗി പോലെയും അവന്റെ വാസന ലെബനോന്റേത് പോലെയും ഇരിക്കും. അവന്റെ നിഴലിൽ പാർക്കുന്നവൻ വീണ്ടും ധാന്യം വിളയിക്കും, മുന്തിരിവള്ളിയിലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബനോനിലെ വീഞ്ഞിന്റേത് പോലെ ഇരിക്കും. അപ്പം നിങ്ങളിത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ എനിക്ക് അത് കുറച്ചും കൂടെ മനോഹരം. കാരണം വളരെ മനോഹരമായ ഒരു ഗാർഡൻ ആക്കി ദൈവം റെസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് പഴയതെല്ലാം പോയി, പഴയ ആ വ്രണങ്ങളെല്ലാം മാറി, അല്ലെങ്കിൽ പഴയ ആ ഒരു ഭംഗിയില്ലാത്ത അവസ്ഥകളൊക്കെ മാറിയിട്ട് ഏറ്റവും ഭംഗിയുള്ളതാക്കി നമ്മളെ തീർക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഐ വിൽ ബി ലൈക്ക് ദ ഡ്യൂ ടു ഇസ്രായേൽ, he shall blossom like the lily, he shall take root like the trees of Lebanon, his shoots shall spread out, his beauty shall be like the olive, and his fragrance like Lebanon. They shall return and dwell beneath my shadow, they shall flourish like the grain, they shall blossom like the vine, their fame shall be like the vine of Lebanon. നമ്മൾ ഇത് ആരെക്കുറിച്ച് പറയും? ഇസ്രായേലിനെ കുറിച്ച് പറയുമോ? അതായത് ഈ ശിക്ഷകളെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? റെസ്റ്റോർ ചെയ്യപ്പെടുമ്പോഴത്തേക്ക് പണ്ട് ഇല്ലാതിനേക്കാളും ഏറ്റവും മനോഹരമായ അവസ്ഥയിലേക്ക് എത്തിക്കും. നമ്മൾ റെസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. നമ്മളെ തകർത്തിട്ട് നമ്മളെ പൊടിച്ചിട്ട് കളയുന്നവനല്ല, നമ്മളെ പുനഃസ്ഥാപിച്ച് നമ്മളിൽ നഷ്ടമായതിനെയൊക്കെ തിരിച്ചു തന്ന് നമുക്ക് ഏറ്റവും മനോഹരമായ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നവനാണ് ദൈവമാണ്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പുസ്തകം വീണ്ടും വായിക്കുക. 4 കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥയില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം 2 കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ടോ? ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? രണ്ടാമതായിട്ട്, ദൈവം നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ
ജസ്റ്റിസും മേഴ്സിയും ഇത് രണ്ടും ഇതിന് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. ദൈവം നീതിമാനായതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ശിക്ഷകളോ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നതും ഒക്കെ ദൈവത്തിൻ്റെ ആ ജസ്റ്റിസും മേഴ്സിയും ഒരുപോലെ പോകും. ദൈവം നമ്മളെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഹോൾ ഹാർട്ടഡ് റിലേഷൻഷിപ്പാണ്. ബുദ്ധിയിലുള്ള അറിവിനേക്കാൾ അപ്പുറം ദൈവമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തത് ദൈവം നമ്മളിൽ നിന്ന് റിപ്പൻഡൻസ് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ റെസ്റ്റോർ ചെയ്യുന്നവനായ ദൈവമാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. ദൈവം ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ എത്രത്തോളം അനുഗ്രഹിച്ചു. ദൈവങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ഞങ്ങൾ വസിക്കുവാനായിട്ടും നിൻ്റെ ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളായിരിക്കുവാനായിട്ടും നീയുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലായിരിക്കുവാനും ഞങ്ങൾക്കും ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് വ്യവസ്ഥകൾ കൂടാതെ കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, നീ ഞങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ദൈവമായുള്ള നന്ദി. നിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ മുഴുവനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. സഭയായിട്ട് എല്ലാവരെയും ദൈവങ്ങളെ സമർപ്പിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അതിരുകളില്ലാത്ത സ്നേഹം.